പുതുമഴ പെയ്യുമ്പോഴുള്ള മണ്ണിൻ്റെ മണത്തെയാണ് പെട്രിക്കോർ എന്ന് പറയുന്നത്. ഈ സുഗന്ധം അങ്ങനെ എപ്പോഴും നമുക്ക് കിട്ടില്ല. എന്നാൽ ഈ സുഗന്ധം എപ്പോഴും കിട്ടാനായി അതിനെ പിടിച്ച് കുപ്പിയിലാക്കി പെട്ടിയിലടച്ച് വിറ്റവരാണ് നമ്മൾ ഇന്ത്യക്കാർ. ഹായ്, ദിസ് ഇസ് റമീസ് റഹ്മാൻ. തോട്ട് ഫോക്സിൽ ഇത് പെട്രിക്കോറിനെ പെട്ടിയിലാക്കിയവരുടെ കഥ. കല്ലെന്നർത്ഥം വരുന്ന പെട്ര എന്ന ഗ്രീക്ക് വാക്കും ദൈവത്തിൻ്റെ കണ്ണുനീർ എന്നർത്ഥം വരുന്ന ഇക്കോർ എന്ന ഗ്രീക്ക് മിത്തോളജിക്കൽ വാക്കും ചേർത്ത് IJ ബീർ, RG തോമസ് എന്നീ 2 ഓസ്ട്രേലിയൻ ഗവേഷകരാണ് പെട്രിക്കോർ എന്ന വാക്ക് ഇൻവെൻറ്റ് ചെയ്തത്. പെട്രിക്കോർ എന്ന ഈ സുഗന്ധത്തിന് മലയാളത്തിൽ ഒറ്റവാക്കില്ല എന്നതും മറ്റൊരു ഫാക്റ്റാണ്. വരൾച്ച സമയത്ത് മണ്ണിൽ മരണമടയുന്ന ചില ബാക്ടീരിയകൾ പുറപ്പെടുവിക്കുന്ന ഒരു കോമ്പൗണ്ടാണ് ജിയോസ്മിൻ. ഇത് നമ്മുടെ മൂക്കിന് ഭയങ്കര സെൻസിറ്റീവായ ഒന്നാണ്. എന്നാൽ ജിയോസ്മിൻ വായുവിൽ കലരണമെങ്കിൽ മഴയുടെ ആദ്യ തുള്ളികൾ മണ്ണിൽ പതിക്കുക തന്നെ വേണം. ഇങ്ങനെ വായുവിൽ കലർന്നു വരുന്ന സുഗന്ധമാണ് പെട്രിക്കോർ. ആക്ച്വലി ഈ ഒരു പ്രോസസ്സ് നമ്മുടെ ഗവേഷകർ കണ്ടുപിടിച്ചിട്ട് അധിക കാലമായിട്ടില്ല. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഉത്തർപ്രദേശുകാർ ഈ ഒരു സുഗന്ധം ഊറ്റിയെടുത്ത് ശരീരത്തിൽ പൂശാൻ തുടങ്ങിയിട്ടുണ്ട്. സുഗന്ധദ്രവ്യ വിദഗ്ധരുടെ മെക്ക എന്നറിയപ്പെടുന്ന ഉത്തർപ്രദേശിലെ കനൗജ് എന്ന ചെറു പട്ടണത്തിലാണ് പെട്രിക്കോറിനെ അത്തറാക്കി മാറ്റിയത്. 7-ാം നൂറ്റാണ്ടിൽ ചക്രവർത്തി ഹർഷവർദ്ധനൻ തൻ്റെ തലസ്ഥാനമാക്കിയ കന്യാകുബ്ജയാണ് ഇന്നത്തെ UPയുടെ ഭാഗമായ കനൗജ്. അന്നു മുതൽ തന്നെ, അതായത് 1300-ലധികം വർഷങ്ങൾക്ക് മുൻപ് തന്നെ കനൗജിലെ അത്തറുകൾ പ്രസിദ്ധമായിരുന്നു. പഠനങ്ങൾ കാണിക്കുന്ന പ്രകാരം കനൗജിലെ അത്തറ് വാറ്റിയെടുക്കുന്ന ഡിസ്റ്റിലേഷൻ ടെക്നോളജിക്ക് ഏകദേശം 5000-ലധികം വർഷം പഴക്കമുണ്ട്. ഇന്നും അതേ രീതിയിൽ തന്നെയാണ് അത്തർ ഉണ്ടാക്കുന്നത്. ദേഗ് ബക്ക എന്ന ഈ പുരാതനവും പ്രയാസമേറിയതുമായ സ്ലോ ഡിസ്റ്റിലേഷൻ പ്രോസസ്സിൽ ദേഗ് എന്ന വലിയ ചെമ്പുപാത്ര രൂപത്തിലുള്ള ഉപകരണത്തിൽ റോസോ, മുല്ലയോ, ചെമ്പകമോ തുടങ്ങി സുഗന്ധമുള്ള ഏതു പൂക്കളും വാറ്റിയെടുത്ത് അത്തറാക്കാം. ചാക്ക് കണക്കിന് പൂവിതളുകളും വെള്ളവും ചേർത്ത് ദേഗ് എന്ന ചെമ്പുവശത്ത് കളിമണ്ണ് കൊണ്ട് സീൽ ചെയ്ത് താഴെ വിറകോ ചാണകവരളിയോ കത്തിച്ച് ബക്ക എന്ന റിസീവറിൽ ചന്ദനത്തൈലം ഒഴിച്ചാണ് അത്തർ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ തൈലം ബേസ് ആയിട്ടുള്ള സുഗന്ധ ലേപനത്തെയാണ് അത്തർ എന്ന് പറയുന്നത്. കനൗജിലെ അത്തർ നിർമ്മാതാക്കളുടെ ഒരു മാസ്റ്റർ പീസ് ഐറ്റമാണ് പെട്രിക്കോർ സുഗന്ധമായുള്ള മിട്ടി അത്തർ. മറ്റു സുഗന്ധങ്ങളോടൊപ്പം 1000 വർഷത്തിലധികമായി പുതുമഴയുടെ ഗന്ധത്തെയും കനൗജുകാർ കുപ്പിയിൽ അടച്ചിട്ടുണ്ട്. പൂവിതളുകൾക്ക് പകരം ഉണക്കിയ മൺകട്ടകളിൽ വെള്ളം തെളിച്ചാണ് കൃത്രിമമായി പുതുമഴയുടെ സുഗന്ധം വാറ്റിയെടുക്കുന്നത്. ലോകത്തിൻ്റെ പെർഫ്യൂം തലസ്ഥാനമായ ഫ്രാൻസിലെ ഗ്രാസിൽ നിന്നുപോലും മിട്ടി അത്തറിൻ്റെ ടെക്നോളജി പഠിക്കാനായി പെർഫ്യൂം നിർമ്മാതാക്കൾ കനൗജിലെത്തിയിട്ടുണ്ടായിരുന്നു. ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുള്ള താരതമ്യേന വില കുറഞ്ഞ പെർഫ്യൂമുകളാണ് ഇന്ന് കനൗജിലെ പരമ്പരാഗത അത്തറിന് ഭീഷണി. കനൗജിൻ്റെ സുഗന്ധ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനായും പ്രൊമോട്ട് ചെയ്യുന്നതിനായും 2014-ൽ ഗവൺമെൻറ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗിംഗ് കൊടുത്തിട്ടുണ്ട്. 500 രൂപ മുതൽ തുടങ്ങുന്ന മിട്ടി അത്തറിൻ്റെ ആമസോൺ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. എന്തായാലും വെറും 60 വർഷം മുൻപ് മാത്രം കണ്ടുപിടിച്ച് പേരിട്ട് വിശദീകരിച്ച പെട്രിക്കോർ പ്രതിഭാസത്തെ 5000 വർഷം മുൻപുള്ള ടെക്നോളജി ഉപയോഗിച്ച് ഇന്നും കുപ്പിയിലടച്ച് വിറ്റുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി തോട്ട് ഫോക്സിലൂടെ നമുക്ക് വീണ്ടും കാണാം. സീ യു സൂൺ.